അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബർത്ത്ഡേ കാർഡ്സ് ആണ്. അറിയാലോ, ഇപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ നമ്മൾ ആദ്യം അതിനായിട്ട് പിൻട്രസ്റ്റിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. ഞാൻ ബേബി ഗേൾ തീമിലാണ് ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരുന്നത്. സോ ഞാൻ അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാണ്. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കതിൽ സൈഡിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാർബിൻ്റെ ഫോട്ടോ വേണം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പിന്നെ ബാർബിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം ഇത് രണ്ടും ഗാലറിക്ക് സേവ് ചെയ്തിട്ട് ശേഷം നമ്മൾ ക്യാൻവയാണ് യൂസ് ചെയ്യുന്നത്. ക്യാൻവ ആപ്പിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, ഒരുവിധം എന്താ പറയുക, നമുക്ക് ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും ക്യാൻവ ആപ്പിനെ കുറിച്ചിട്ട് അറിയാം അല്ലേ. അപ്പം ക്യാൻവ ആപ്പാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നമ്മൾ A4 ഡോക്യുമെൻറ്റിലാണ് ജസ്റ്റ് എഡിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഡോക്യുമെൻറ്റിൽ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്നതിൽ ചെയ്യണമെന്നൊന്നുമില്ല. ശേഷം നമ്മൾ വേറൊരു പേജിക്കാക്കി കൊടുക്കുകയാണല്ലോ. സോ അതിനായിട്ട് ഞാൻ A4 ഡോക്യുമെൻ്റ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതിവിടെ കൊടുത്തിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാനിത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബേസ് ഉണ്ടാക്കുകയാണ്. ബേസ് ഉണ്ടാക്കാനായിട്ട് ഷേപ്സ് എടുത്തിട്ട് അതിൽ ഫസ്റ്റ് കാണുന്ന ഷേപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം അത് കസ്റ്റമൈസേഷൻ കളറാവും വരിക, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചുള്ള കളറാവും വരിക. അപ്പോൾ നമുക്കത് വൈറ്റ് ആക്കി കൊടുക്കണം. ശേഷം ഫസ്റ്റ് അത് ഡ്രാഗിൻ ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള സൈസ് ആക്കിയതിന് ശേഷം നമ്മൾ അത് വൈറ്റ് ആക്കി കൊടുക്കണം. ഞാൻ വൈറ്റ് അല്ലാണ്ട് വേറൊരു കളറും ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് കളറും യൂസ് ചെയ്യാം കേട്ടോ. വൈറ്റ് ആക്കിയതിന് ശേഷം വീണ്ടും എലമെൻറ്റ്സിൽ പോയിട്ട് നമ്മൾ ഷേപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഫ്രെയിം എടുത്തതിന് ശേഷം ഇതിൽ ഒരുപാട് ഷേപ്പുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം എടുക്കാം. അപ്പം ഞാനൊരു ഓവൽ ഷേപ്പ് ഫ്രെയിമാണ് എടുക്കുന്നത്. ശേഷം അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പിൽ അത് അവിടെ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് വേണ്ട കോട്ട്, അതായത് ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ, അല്ല ആനിവേഴ്സറി ആണെന്നുണ്ടെങ്കിൽ ആനിവേഴ്സറി, ഏത് കോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക. അപ്പം കസ്റ്റമർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പം ഞാൻ ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്ന് വന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അത് ടെക്സ്റ്റിൽ പോയിട്ട് എഴുതി കൊടുത്തതിന് ശേഷം ഫോൺസിൽ പോയിട്ട് ഫോണ്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻ ഫോണ്ട് ഉള്ളതുകൊണ്ട് ഇഷ്ടമുള്ള ഫോണ്ട് ചെയ്ത് കൊടുക്കാം. ശേഷം അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വേണ്ടത്, ഇപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പേരും, ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ ആളുടെ പേരും കൊടുക്കണം. ഇപ്പം ഞാൻ കുട്ടീൻ്റെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ കുട്ടീൻ്റെ പേര് ആദ്യം ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് അതും ആ ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടില്ലേ അതിൻ്റെ താഴെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരു ഏകദേശം ധാരണ വന്നിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്, വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് കാർട്ടൂൻ്റെ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഫോട്ടോ കൊടുക്കാം. അതൊക്കെ നമുക്ക് ഓപ്ഷനിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതാ ഞാൻ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് കാർട്ടൂണിൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ആദ്യം ഈ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇമേജിൻ്റെ BG എന്ന് വന്നിട്ടുള്ളൊരു ആപ്പ് ഉണ്ട്, ഇതിൻ്റെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അതിൽ അപ്ലോഡ് ഇമേജ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയിട്ട് വരും കേട്ടോ. എന്നിട്ട് ഈ ഫോട്ടോ നമ്മൾ സേവ് ചെയ്യുന്നു. ഇത് നമ്മൾ ക്യാൻവയിൽ വീണ്ടും പോയിട്ട് ക്യാൻവയിൽ കൊടുക്കുന്നു കേട്ടോ. ക്യാൻവയിൽ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ആ റൈറ്റിങ്സും പേരും ഒക്കെ ചില സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഭംഗിക്കനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കുട്ടീൻ്റെ ഒരു ഫോട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടീൻ്റെ ഫോട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാലറിയിൽ പോകുന്നു. ഗാലറിയിൽ പോയിട്ട് ഇപ്പോൾ ഞാൻ പിൻട്രസ്റ്റിലുള്ളൊരു ഫോട്ടോയാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിൻട്രസ്റ്റിൽ പോകുന്നു. പിൻട്രസ്റ്റിൽ പോയിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് അതൊന്ന് നോക്കാം. ഈ ഫോട്ടോനെ നമ്മൾ അങ്ങനെ എടുത്തിട്ട് പേജിക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോട്ടോയാക്കി വെച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം വയ്ക്കുമ്പോൾ വരുന്നൊന്നുമില്ല, ഷേപ്പ് മാറുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഷേപ്പ് ഇങ്ങനെ മാറ്റി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിത് എന്ത് ചെയ്യണം, ഈ ഇമേജ് സേവ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വർക്കിൻ്റെ 90% കഴിഞ്ഞിട്ടുണ്ട്. ശേഷം വീണ്ടും നമ്മൾ ക്യാൻവ ആപ്പ് എടുത്തതിന് ശേഷം നമ്മൾ A3 ഡോക്യുമെൻറ്റിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം A3 ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്തതിന് ശേഷം A3 ഡോക്യുമെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലെയിൻ വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് പ്ലെയിൻ കിട്ടാന്നുണ്ടെങ്കിൽ കിട്ടും, ആ പ്ലസ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഞാൻ അതിന് റിസ്ക് എടുക്കാണ്ട് ഒരു ഇമേജ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് കളഞ്ഞിട്ട് നമ്മുടെ ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ ഇമേജ് അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓരോ ഇമേജ് എടുത്തിട്ട് ജസ്റ്റ് കൊടുന്നിട്ട് ഒരു കോർണറിൽ കൊണ്ടുപോകണം. കോർണറിൽ കൊണ്ടുപോയിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് 2 എണ്ണം വരുന്ന രീതിക്കും താഴേക്ക് 4 എണ്ണം വരുന്ന രീതിക്കാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വലുത് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണമായിട്ട് തന്നെ ചെയ്യാം. പക്ഷെ അത് ഭയങ്കര വലുതായി പോകും. നമ്മൾ താങ്ക്സ് കാർഡൊക്കെ കൊടുക്കുമ്പോൾ ഒരു മീഡിയം വലിപ്പമല്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു മീഡിയം വലിപ്പം മതിയല്ലോ. അപ്പോൾ ഇതന്നെ ധാരാളമായിരിക്കും. അപ്പോൾ 4 എണ്ണം വെച്ച് ചെയ്തതിന് ശേഷം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് പ്രിൻ്റ് എടുക്കാൻ കൊടുക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കാണണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.